സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാര്, നല്ലവരായ കൂട്ടുകാര്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ശനിയുടെ മാറ്റത്തിനെ പറ്റിയാണ്. ശനി അവർക്ക് ഇപ്പോൾ ചാരവശാൽ 12-ാം ഇടത്ത് നിൽക്കുന്നു. 12-ാം ഇടം എന്ന് പറയുമ്പോൾ ഏഴര ശനിയുടെ തുടക്കം വിട്ട കാലമാണ്. ഏഴര ശനി എല്ലാവരെയും ബാധിച്ചിട്ട് ഉണ്ട് എന്ന് നാം എല്ലാം ചരിത്രത്തിലും അല്ലാതെ കേട്ടുകേൾവിയിലും പറയാറുണ്ട്. മഹാദേവന് പോലും ഏഴര ശനി വന്നതായി നാം കേട്ടിട്ടുണ്ട്. അത് സത്യമാണെങ്കിൽ തന്നെ ഭഗവാൻ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു എന്നും പറയുന്നു. അതൊക്കെ ഒരു സങ്കല്പങ്ങളെ പോലെ നാം എടുക്കാമെങ്കിലും ഏഴര ശനിയുടെ കാഠിന്യത്തെ പറ്റിയാണത് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശനി ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നു എന്നത് നമുക്ക് നോക്കാം. ശനി പൊതുവെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹവും വീഴ്ചയും താഴ്ചയും ഉയർച്ചയും നൽകുന്ന ഗ്രഹവുമാകുന്നു. പൊതുവെ മന്ദഗതിയിലാണ് ശനിയുടെ സഞ്ചാരം. അപ്പോൾ ഏഴര ശനി ബന്ധപ്പെടുന്നവർക്ക് ദോഷങ്ങൾ ഉണ്ടാകും എന്ന് ശാസ്ത്രമതം. എങ്കിലും ശനി മകരം, കുംഭൻ രാശികളിൽ നിൽക്കുന്നതും തുലാൻ രാശിയിൽ നിൽക്കുന്നതും ഇവർക്ക് വളരെ ഉത്തമ ഫലങ്ങളാണ് നൽകുന്നത്. ജാതകത്തിൽ ഇവർക്ക് മേൽപ്പടി സ്ഥാനങ്ങളിൽ നിന്നു കഴിഞ്ഞാൽ വളരെ ഭാഗ്യ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ശനി ഇങ്ങനെ നിൽക്കുമ്പോൾ പിറന്നവർക്ക് ശനിദോഷം വലുതായി ഭവിക്കുകയില്ല. എന്നാൽ ഏഴര ശനിയുടെ തുടക്കം പൊതുവെ മോശമായിട്ടാണ് നാം ചിത്രീകരിക്കാറുള്ളത്. എങ്കിലും ചിലർക്ക് ഏഴരണ്ട ശനി വളരെ ഗുണങ്ങൾ ചെയ്തിരുന്നതായും കാണപ്പെടുന്നു. അതെന്താണെന്നുള്ളത് പൂർണ്ണമായി ഒരു അവസ്ഥയിലേക്ക് ഇതുവരെ നാം ചെന്നെത്തിയിട്ടില്ല. 12, ജന്മം 2 എന്നീ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നതാണ് ഏഴര ശനി. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രം, അതായത് അവർ മീനക്കൂറുകാരാണ്. മീനക്കൂറിന്റെ 12-ൽ സഞ്ചരിക്കുന്ന ശനിദശാകാലത്ത് ആദ്യകാലങ്ങളിൽ കുറച്ച് കഷ്ടതകൾ നാം അനുഭവിക്കണം. അതായത് സ്ഥാനം മാറ്റം, അപവാദം, ചിലർക്ക് രോഗദുരിതങ്ങൾ, മറ്റു ചിലർക്ക് പണനഷ്ടം, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഏകാന്തമായി ജീവിക്കുക. ഇതൊക്കെയാണ് ശനിയുടെ പൊതുഫലങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ചിലർക്ക് ഈ ശനി വലുതായിട്ട് ബാധിക്കുകയില്ല. പ്രത്യേകിച്ച് അവർക്ക് ഇപ്പോൾ വ്യാഴനും നല്ല സ്ഥാനത്തല്ല, എങ്കിലും 3-ലാണ് നിൽക്കുന്നത്. സഹായ സ്ഥാനത്ത് കൂടെയാണ് എന്ന് നമുക്ക് ചൊല്ലാം. അപ്പോൾ ഏഴരണ്ട ശനി ഉള്ളത് കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് ആരും കരുതേണ്ട കാര്യമില്ല. ശനീശ്വര പൂജയും ശനീശ്വര വ്രതവും മറ്റ് ഐശ്വര്യ പൂജകളും നടത്തിയാൽ ശനിക്ക് വളരെ തൃപ്തികരമായ അവസ്ഥ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ശനീശ്വരന് സത്യസന്ധതയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും പൂജിച്ചാൽ എല്ലാ ശനിദോഷങ്ങളും പമ്പ കടക്കും. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് പൊതുവെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വന്നിരുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു മന്ദഗതി അനുഭവിക്കേണ്ടി വരും. അധ്വാനത്താൽ ഇവയെല്ലാം മാറ്റുവാനും സാധിക്കും. സാമ്പത്തികമായും ചില വീഴ്ചകൾ ഉണ്ടായേക്കാം. അവ മെല്ലെ മെല്ലെ പരിഹരിച്ചു കൊണ്ടുവരുവാനും സാധിക്കും. അതുപോലെ തന്നെ
വിദേശത്ത് പോകുന്നവർക്ക് കുറച്ചുകൂടെ ഉത്തമമായിരിക്കും ഈ ശനിദശാകാലങ്ങൾ. അതുപോലെ സ്വദേശത്ത് തൊഴിൽ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി സ്ഥാപനങ്ങളെ കൈകാര്യം ചെയ്യണം. പണസംബന്ധമായും മറ്റുള്ളവരുടെ ആക്രമണങ്ങളാലും ഒരു ദോഷങ്ങളും വരാതെ നാം ശ്രദ്ധിക്കണം. ശനിദശ എന്നും പറഞ്ഞ് നാം വേദനിക്കേണ്ട കാര്യമില്ല. ശനി ഇപ്പോൾ നിൽക്കുന്നത് കുംഭൻ രാശിയിലാണ്, ശനിയുടെ സുക്ഷേത്രത്തിലാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകർ പൊതുവെ സത്യസന്ധരും നീതിമാന്മാരും, അതുപോലെ സ്ത്രീകളും സത്യസന്ധരും ഐശ്വര്യമായ മുഖശോഭയോട് കൂടിയവരും ഭാഗ്യവതികളും ഭർതൃമതികളും കുടുംബസ്നേഹികളും ആകുന്നു. ഉത്രട്ടാതി നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി വള്ളംകളി ഒരു പ്രത്യേകത. അതുപോലെ ഉത്രട്ടാതി തീരുന്നതോടുകൂടി ചിങ്ങമാസത്തിലെ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ, അതുപോലെ മറ്റ് രീതിക്കുള്ള കായികമായ അഭ്യാസങ്ങൾ എല്ലാം ഉത്രട്ടാതി ദിവസത്തോടുകൂടി അസ്തമിക്കുന്നു. ഇങ്ങനെ ഉത്രട്ടാതിക്ക് പൊതുവെ ഒരു വിശേഷമുള്ളത് അത് ഊന്നാളാണ്. ഗ്രഹപ്രവേശനത്തിനും വീട് വയ്ക്കുവാനും സൽക്കാരത്തിനും അതുപോലെ തന്നെ ദക്ഷിണ ആളേക്ക് കൊടുക്കുവാനും എല്ലാം ഉത്രട്ടാതി നക്ഷത്ര ജാതകം നല്ല ഒരു നക്ഷത്രമാണ്. ഇതിനെ ഊന്നാളുകളിൽ പെടുന്നു. അതുകൊണ്ട് ഏത് മംഗളകാര്യത്തിനും ഉത്രട്ടാതി നക്ഷത്രം സ്വീകരിക്കുന്നത് ഉത്തമമായിരിക്കും. ഇവർ നേരത്തെ പറഞ്ഞതുപോലെ ഐശ്വര്യമാരും ഐശ്വര്യവതികളും മിക്കവാറും എല്ലാവർക്കും ഒന്നിൽ കൂടുതൽ പേരുള്ളവരും ആയിരിക്കും. ചിലർക്കെല്ലാം വിദേശത്ത് പോകാനുള്ള യോഗം ജന്മനാൽ തന്നെ കാണപ്പെടുന്നു. ഇപ്പോൾ ഈ ശനി മാറ്റം ഇവർക്ക് മധ്യമ ഭാഗ്യങ്ങളെ ഉണ്ടാക്കും. നല്ല ദശയും നല്ല അപകാരവുമാണെങ്കിൽ 7.5 ശനി അവർക്ക് വലുതായി ബാധിക്കുകയില്ല. എങ്കിലും അല്പാൽപ മനപ്രയാസങ്ങൾ ഏതെങ്കിലും രീതിക്ക് ഉണ്ടാകും. സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കാർ സംബന്ധിയായ ദുരിതങ്ങളോ ഉണ്ടാകാം. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കും മറ്റ് ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർക്കും ഒക്കെ എല്ലാ കാര്യത്തിനും താമസ തടസ്സങ്ങൾ വന്നു ചേർന്നേക്കാം. എങ്കിലും വേഴന്റെ സഹായസ്ഥാനം ഇവർക്ക് ഒരു നേർവഴി കാട്ടിക്കൊടുക്കും. ഇവർക്ക് താൽക്കാലികമായി വീട് തുടങ്ങുവാൻ ഉത്തമമാകുന്നു. എന്നാൽ പണി തീർന്നു കിട്ടുവാൻ താമസം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് നീട്ടി കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ സാധിക്കും. ഇവർ ജനിക്കുന്നത് ശനിദശയിലാണ്. ശനി 19 കൊല്ലം, ഏതാണ്ട് നമുക്കൊരു 10 കൊല്ലം വരെ എടുക്കാം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ 7.5 ശനി കുറച്ച് മടിയും മന്ദതയും കാണിക്കും. അതിന് നമുക്ക് നല്ല ട്യൂഷൻ ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവരെ പഠനം കൊണ്ടുപോവുക, അല്ലെങ്കിൽ നല്ല സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ പഠിക്കുന്നിടത്ത് അവിടെ ഗുരുക്കന്മാരുമായി ഒരു ബന്ധം വച്ച് അവരെ പഠിത്തത്തിന് പ്രത്യേക സാമീപ്യം കൊടുക്കുന്നതും ഉത്തമമായിരിക്കും. അതുപോലെ ഇവർക്ക് അടുത്ത് ശനി കഴിഞ്ഞാൽ വരുന്നത് ബുധദശ 17 കൊല്ലം. ഈ ബുധദശാകാലം പഠനത്തിന് ഉത്തമമാകുന്നു. 15, 19, 24 ഈ കാലങ്ങളിൽ സാങ്കേതിക വിദ്യ പഠിക്കുന്നവർക്ക് അതിൽ ഉദ്യോഗം, അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നവർക്ക് അവിടെ ഉദ്യോഗം, സ്വന്തമായി എന്തെങ്കിലും
തൊഴിൽ ചെയ്യുന്നവർക്ക് സാമാന്യേന പുരോഗമനം എന്നിവയെല്ലാം 24, 23 ഈ കാലങ്ങളിൽ സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുകൂല കാലഘട്ടമാകുന്നു. 26, 27 പുരുഷന്മാർക്ക് വിവാഹത്തിന് ഉത്തമവും 23, 24 അവർക്ക് സാമാന്യ ഉദ്യോഗവും ഫലമാകുന്നു. പൊതുവെ അത് കഴിഞ്ഞാൽ വരുന്നത് കേതുദശ 7 കൊല്ലം. കേതുദശ അല്പ അരിഷ്ടതകൾ ഇവർക്ക് ഉണ്ടാകും. അതായത് സ്ഥാനമാറ്റമോ അല്ലെങ്കിൽ സ്ഥാനം വിട്ടുള്ള പഠനമോ അല്ലെങ്കിൽ ഗ്രഹം വച്ച് മാറി താമസിക്കുകയോ ചെയ്യുവാനുള്ള യോഗം കാണുന്നു. അത് കഴിഞ്ഞാൽ വരുന്നത് ശുക്രദശയാണ്. ശുക്രദശ ഇവർക്ക് പൊതുവെ വളരെ അനുകൂല്യങ്ങൾ നൽകപ്പെടും. സന്താനങ്ങൾക്ക് പഠനബുദ്ധി, സന്താന ഐശ്വര്യം, വാഹനം, നല്ല ഗ്രഹസുഖം, പിതൃമാതൃ സൗഭാഗ്യം, ബന്ധുജന സൗഭാഗ്യം, ഉദ്യോഗ കയറ്റം, വിദ്യ ഇരിക്കുന്നവർക്ക് പഠനത്തിനുള്ള അനുകൂല സമയം, ഇങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ സഞ്ചരിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും അനുകൂല ഘട്ടങ്ങൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ ആദിത്യദശ 6 കൊല്ലം. പൊതുവെ സുഖദുഃഖ സമ്മിശ്ര ഫലങ്ങൾ. പിന്നീട് ചന്ദ്രദശ 10 കൊല്ലം. അതും സാമാന്യേന ഉത്തമമായിരിക്കും. അത് കഴിഞ്ഞാൽ ചൊവ്വാദശ 7 കൊല്ലം. പിന്നീട് രാഹുർദശ. ഇങ്ങനെ ഇവരുടെ ദശാനാഥന്മാർ പോവുകയാണ്. ഇവർ ശനിദശയിൽ ജനിക്കുന്നത് കൊണ്ട് ശാസ്താവിന് നീലാഞ്ജനവും ഹനുമാന് വടമാലയും നിർബന്ധമായി നടത്തുന്നത് പൊതുവെ ഉത്തമമായിരിക്കും. ബുധദശയിൽ വിഷ്ണുപ്രീതിയും കേതുദശയിൽ ഗണപതി പ്രീതിയും ശുക്രദശയിൽ ഗണപതി പ്രീതിയും സർപ്പപ്രീതിയും ആദിത്യദശയിൽ ശിവപ്രീതിയും ചന്ദ്രദശയിൽ ദേവിപ്രീതിയും ചൊവ്വാദശയിൽ മുരുകപ്രീതിയും രാഹുർദശയിൽ സർപ്പപ്രീതിയും നടത്തിക്കൊള്ളണം. പൊതുവെ ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ശനിദശ അല്ലെങ്കിൽ 7ര ശനി എന്നും പറഞ്ഞ് ആരെങ്കിലും ഭയപ്പെടുത്തിയാലോ വിഷമിക്കേണ്ട കാര്യമില്ല. സാസാവിനെയും മഹാവിഷ്ണുവിനെയും യഥാവിധി പൂജിക്കുകയും അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങി നിങ്ങൾ മുന്നോട്ട് പോകണം. പൊതുവെ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പുതിയ സംരംഭങ്ങളിൽ എടുത്തു ചാടുകയോ പുതിയ ബന്ധങ്ങൾ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ നടത്താതിരിക്കുകയോ ചെയ്യുന്നത് വളരെ ഭംഗിയായിരിക്കും. ദൈവപ്രീതിയും കുടുംബ സ്നേഹവും കുടുംബ ദേവതാ പ്രീതിയും വരുത്തി നിങ്ങളുടെ ദോഷങ്ങൾ മാറ്റണം. ശനി ഈശ്വരന് പിടിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു. എന്നും മലയങ്കീഴ് പുരുഷോത്തമൻ.